പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും പിടികൂടി നാടുകടത്തി കസ്റ്റഡിയിൽ വച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 1989 പനാമ ആക്രമണത്തിന് ശേഷം മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് US സേനയുടെ നേരിട്ടുള്ള ആദ്യ ആക്രമണമാണിത്. കിടപ്പുമുറിയിൽ നിന്നാണ് മഡുറോയെയും ഭാര്യ സീലിയ ഫ്ലോറസിനെയും പിടികൂടുന്നത്. അതിനുള്ള വഴി നേരത്തെ തന്നെ ഒരുക്കി. വിമാനവാഹിനി കപ്പലും 11 യുദ്ധക്കപ്പലുകളും 1 ഡസൻ F-35 അടക്കമുള്ള യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെയുള്ള വൻ സന്നാഹമാണ് ഈ ദൗത്യത്തിലെത്തിയത്. വെനസ്വേലൻ തലസ്ഥാനം കാരക്കസിൽ വൻ സ്ഫോടനങ്ങൾ ഉണ്ടാക്കി. സൈനിക താവളം ആക്രമിച്ചു. മുഖ്യ തുറമുഖമായ ലാഗുവൈറയിലും ബോംബിട്ടു. ഇതിന് പിന്നാലെയാണ് US-ന്റെ 1ാം നിര സ്പെഷ്യൽ ഫോഴ്സ് ഡിറ്റാച്ച്മെന്റായ ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡെൽറ്റ ഫോഴ്സ് ഫോർട്ട് യുഡയിൽ പ്രവേശിച്ചത്. ട്രെയിനുകൾ, കപ്പലുകൾ, വാഹനങ്ങൾ എന്നിവയിൽ ഓപ്പറേഷനുകൾ നടത്തി നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച വിഭാഗം. 4 പ്രധാന സ്ക്വാഡ്രനിൽ ഓരോന്നിലും 3 ട്രൂപ്പ് വീതമായാണ് ഘടന. ഈ സംഘമാണ് മഡുറോയെയും ഭാര്യയെയും അതിനാടകീയമായി പിടികൂടിയത്. രാജ്യത്തിനകത്തും പുറത്തും വലിയ ഭീഷണിയുള്ളതിനാൽ അതീവ സുരക്ഷാ മേഖലയിലായിരുന്നു പ്രസിഡന്റിന്റെ വസതി. ആ വസതിയും കീഴടക്കി കാരക്കസിന് വെളിയിലുള്ള ഒളിസങ്കേതത്തിലെ കിടപ്പുമുറിക്ക് മുൻപിൽ വരെ എത്തിയ US സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങലല്ലാതെ മഡുറോയ്ക്ക് മറ്റ് മാർഗങ്ങളില്ലായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ വെനസ്വേലൻ പ്രസിഡന്റിന്റെ ഓരോ നീക്കങ്ങളും രഹസ്യമായി അമേരിക്ക നിരീക്ഷിച്ചിരുന്നു. എന്ത് കഴിക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്നതടക്കമുള്ള എല്ലാം മനഃപ്പാഠമാക്കി. ആക്രമണത്തിന് 4 ദിവസം മുൻപേ ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി ലഭിച്ചെങ്കിലും ഉചിതമായൊരു സമയത്തിനായി കാത്തിരുന്നു. രഹസ്യ നീക്കങ്ങളെക്കുറിച്ച് വെനസ്വേലയുടെ തന്നെ സുരക്ഷാ സംവിധാനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചോർത്തിയോ അല്ലെങ്കിൽ ആരെങ്കിലും വിവരങ്ങൾ കൈമാറിയോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും നിലവിൽ വ്യക്തതയില്ല.